അല്ല, നിങ്ങൾ ഡ്രസ്സ് മാറ്റുന്നില്ലേ? അങ്ങേരുടെ കുറച്ച് ഡ്രസ് ഉണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. സാരില്ലെന്നേ, എനിക്ക് ഈ ഡ്രസ് തന്നെ മതി. അഡ്ജസ്റ്റ് ചെയ്തോ. അതൊന്നും സാരമല്ല, ഞാൻ ലുങ്കി എടുത്തോണ്ട് വരാം. അത് സാരില്ലെന്നേ, ഞാൻ മാനേജ് ചെയ്തോളാം. നിക്ക്, വേണ്ട. ഞാൻ എടുത്തോണ്ട് വരാം. ഇതാ അദ്ദേഹത്തിന്റെ ലുങ്കിയാ. ഇത് എടുത്തോ. ഓക്കെ, താങ്ക്സ്. ശരി എന്നാ. ടിഫിൻ ഉണ്ടാക്കാൻ വേഗം വരണേ. ആ, വന്നേക്കാം. ഉം. ഛേ, കാണാൻ നല്ല മഹാലക്ഷ്മിയെ പോലെയുണ്ട്. ഇതുപോലത്തെ ഭാര്യ കിട്ടാൻ ഭാഗ്യം ചെയ്തിട്ടുണ്ടാവണം. അവനാണെങ്കിൽ അവിടെ കഷ്ടപ്പെടുന്നു, ഇവളാണെങ്കിലോ ഇവിടെയും കഷ്ടപ്പെടുന്നു. ഇവളെ പോലത്തെ ഒരു ഭാര്യ കിട്ടുവാണെങ്കിലേ ജീവൻ തന്നെ പിന്നെ സ്വർഗ്ഗമാണ്. ഹായ് മാഡം. ഉം? എനിക്ക് നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഉം? നിങ്ങളത് കേട്ട് ദേഷ്യപ്പെടരുത്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പറയേ, അല്ലെങ്കിൽ വിട്ടേക്ക്. ആ, സാരമില്ല, പറഞ്ഞോളൂ. ഞാൻ നിങ്ങളെ കണ്ടതും ഒരുപാട് ഇംപ്രസ്സായി. നിങ്ങളൊന്നും വിചാരിക്കില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരു ദിവസം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിന്റെ വൈഫാണ്. എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിയാണോ? ഫ്രണ്ടിന്റെ വൈഫിനോട് എങ്ങനെ സംസാരിക്കേണ്ടെന്ന് അറിയില്ല. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണോ? അത് നിങ്ങൾക്കൊട്ട് നാണമില്ല? അത് ദേഷ്യപ്പെടരുത്. ഞാൻ വെറുതെ ചോദിക്കുകയൊന്നുമല്ല. ഇതിലൊരു 2 ലക്ഷം ഉണ്ട്. ഇത് നിങ്ങൾ തന്നെ എടുത്തോളൂ. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ വേണ്ട. ഒരു ഒറ്റ പ്രാവശ്യത്തിന് 2 ലക്ഷം വളരെ കൂടുതലല്ലേ? നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ പറയേ, അല്ലെങ്കിൽ വേണ്ട, വിട്ടേക്ക്. ഒന്ന് നല്ലോണം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ ആണോ? 2 ലക്ഷം രൂപയോ? എന്താ ചെയ്യണ്ടേ? എന്തെങ്കിലും പറയുന്നേ. ആ കാശിങ്ങതാ. വളരെ നന്ദിയുണ്ട്. എന്തിന്? ഒരു നല്ല ഭക്ഷണം എങ്ങനെയുണ്ടാവുന്ന നിങ്ങൾ എന്നെ കാണിച്ചു. ഞാനത് ഒരിക്കലും മറക്കില്ല. എന്നാ ശരി, ഞാൻ പോവുകയാണേ. ആ, ശരിയെന്നാ. സൂക്ഷിച്ചു പോണേ. ആ. ഹലോ, എന്താ ഡാർലിംഗ്? ഞാൻ എത്ര തവണ നിങ്ങളെ വിളിച്ചു എന്നറിയാവോ? എപ്പോ നോക്കിയാലും ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. സോറിയടാ, എന്റെ ഫോൺ എവിടെയോ മിസ്സായി പോയതാ. പുതിയ സിം അപ്ലൈ ചെയ്ത് വരാൻ 2 ദിവസമായി. അതുകൊണ്ടാണ് നിന്നെ വിളിക്കാൻ പറ്റാത്തത്. പുതിയ ഫോൺ വാങ്ങിയതും നിന്നെയാണ് ആദ്യം വിളിക്കുന്നത്. എന്റെ ഫ്രണ്ട് ഒരുത്തൻ അവിടേക്ക് വന്നിരുന്നു. അവനോട് നിന്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞ് കുറച്ച് തിങ്സ് വാങ്ങി കൊടുത്തയച്ചിരുന്നു. അന്ന് തന്നോ? അതേന്നേ, അദ്ദേഹം വന്നിരുന്നു. നിങ്ങൾ തന്നതാന്നും പറഞ്ഞ് സ്വർണം, സാരി, ഐഫോൺ എല്ലാം തന്നായിരുന്നു. അത് ശരി, അവൻ നിന്റെ അടുത്ത് 2 ലക്ഷം കാശ് തന്നിരുന്നു. 2 ലക്ഷോ? ആ അതെ, അവനവിടെ ഉള്ളപ്പോഴേ
എന്റെ അടുത്ത് 2 ലക്ഷം കടം വാങ്ങിയിരുന്നു. തരാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങളായി. അതുകൊണ്ട് ഇപ്രാവശ്യം നാട്ടിൽ പോകുമ്പോ നിന്റെ അടുത്ത് കാശ് കൊടുക്കാൻ പറയുന്നു. തന്നോ? എന്താ ഈ പറയുന്നത്? അത് നമുക്ക് കിട്ടേണ്ട പണമായിരുന്നോ? അതേന്നേ, അത് നമുക്ക് തരാനുള്ള കാശാണ്. അത് നീ കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണേ. ശരിയെന്നാ. ശരി, ഞാനിപ്പോ കുറച്ച് തിരക്കിലാണേ. ഞാൻ രാത്രി ഫ്രീ ആയിട്ട് നിന്നെ വിളിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ബൈ ഏട്ടാ. ഞങ്ങളുടെ കാശ് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നെ തന്നിട്ട് എന്നെ പറ്റിച്ചിട്ട് പോയി അവൻ. വൃത്തികെട്ടവൻ. ശ്ശേ.